മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ആവശ്യമാണ്. എന്തിനാ? അത് നിങ്ങൾ തീരുമാനിക്കുക. അത് തീരുമാനിച്ച് ഉപയോഗിക്കുമ്പോൾ നല്ലതാണ്. ഇൻ്റർനെറ്റ് കണക്ഷൻ നല്ലതാണ്, ഒരു സംശയം വേണ്ട. പക്ഷെ ഇപ്പം എന്താ പറ്റുക വെച്ചാൽ നമ്മളെല്ലാം അടിമകളാണ്, ലഹരിയിൽ അടിമ പോലെയാണ്. ട്രോളി, എന്താ ട്രോളോ? അപ്പോൾ അത് ഒരു ദിവസം വായിച്ചില്ലെങ്കിൽ കിടന്നുറങ്ങാൻ തോന്നില്ല, ശരിയല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തോ ഓതണം? ആമന റസൂലു. എത്ര പേർക്കറിയാം? ആയത്തിൽ കുറിച്ച് എത്ര പേർക്കറിയാം? ബാക്കിയുള്ളവർ പഠിക്കണം കേട്ടോ. ഇട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലേണ്ട ഒരു ദിക്കറുണ്ട്, അതറിയാവുന്ന എത്ര പേരുണ്ട്? ഇതൊക്കെ പഠിക്കണം. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു എന്ന് പറയുന്ന ദിക്റില്ലേ, അറിയാവുന്ന എത്ര പേരുണ്ട്? കൈവയ്ക്കേ. ഇപ്പോഴത്തെ ആദ്യം പേരുണ്ടാവും, എനിക്കറിയാം, കാരണം മറന്നുപോയത് നിങ്ങൾ. അതാണ് കൊള്ളാം. ഇത് പഠിക്കണം. ഇത് ചൊല്ലൂല. 10 ട്രോള് ആക്കാതെ കിടക്കാൻ പറ്റുമോ? പിന്നെ ഫേസ്ബുക്കിലെ വാട്സാപ്പിലൊക്കെ ഇതുണ്ടല്ലോ വീഡിയോസ്, അതൊക്കെ കണ്ടേ. ഇതേ കണ്ട കിടക്കുക. എപ്പോഴാണ് കിടക്കുക? 12 മണിക്ക്, 11 മണിക്ക്. എന്നിട്ട് എപ്പോഴാണ് എഴുന്നേക്കുക? രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക്. പ്രവാചകൻ്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന ഭയങ്കര ആൾക്കാരാണ് നമ്മൾ, ശരിയല്ലേ? നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേക്കാൻ പറയും, വൈകി കിടന്ന് വൈകി എഴുന്നേക്കും. നേരെ തല തിരിച്ച് കാണിക്കുള്ളൂ എന്ന് മാത്രം. എന്നിട്ടും നമ്മൾ എന്തെന്ന് പറയും? നമ്മൾ പ്രവാചകൻ്റെ അനുയായികളാണെന്ന് പറയും, നമ്മൾ ഇസ്ലാമാന്ന് പറയും, നമ്മൾ മൂമിനാന്ന് പറയും. ഒമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി. ബാക്കി എന്നാ പറയൂ, ഒച്ച പറയേ. വമാ ഹും ബിമുഅ്മിനീൻ. അപ്പോൾ ഈ വക സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത് നല്ലത് തന്നെയാണ്, മോശമായി ഉപയോഗിക്കാതിരിക്കുക. അതാ പഠിക്കേണ്ടത്. നമ്മുടെ രക്ഷിതാക്കളൊക്കെ പലരും വ്യാകുലതയുണ്ട് ഇത് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളുടെ ഒരു വിശ്വാസം നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. നിങ്ങളുടെ ഒരു വിശ്വാസം, നിങ്ങൾ എൻ്റെ മോൻ എൻ്റെ മോള്, എല്ലാവർക്കും ഭയങ്കര വിശ്വാസം കേട്ടോ. അത് കുറേ ഞാൻ അനുഭവിച്ചാണ്. നമ്മൾ കഞ്ചാവ് കേസുകളും മദ്യപിച്ച കേസുകളിലൊക്കെ പിടിച്ചിട്ട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുമ്പോൾ അവർ സമ്മതിക്കില്ല. അങ്ങനത്തെ ഇഷ്ടംമാർ കേസുണ്ട്. അതല്ല, അത് വെറും പരസ്യം പോലെയാണ്. വിശ്വാസം അതല്ലേ എല്ലാം, അങ്ങനെ കണ്ടല്ലേ? അതല്ലത്. ഇത് ഒറിജിനൽ പത്തരമാറ്റ വിശ്വാസമായിരിക്കണം. എൻ്റെ മോൻ എൻ്റെ മോള് പോയില്ല. അത് രക്ഷിതാക്കളുടെ ഒരു ഉത്തരവാദിത്വമാണ്. മക്കളതനുസരിച്ച് പഠിപ്പിക്കുക, വളർത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അപ്പം ശരിക്കും നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങൾ വിശ്വാസമുള്ള ആളുകളായി മാറുമ്പോൾ നിങ്ങളുപയോഗിക്കുന്ന മൊബൈൽ ഫോണോ നിങ്ങളുപയോഗിക്കുന്ന ഇൻ്റർനെറ്റോ ഒന്നും ഒരു പ്രശ്നമാവില്ല. രാത്രി നേരത്തെ കിടന്നുറങ്ങാൻ കിടക്കപ്പായിലേക്ക് ചെല്ലുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ മുഅവ്വിദത്തൈനിയും ഊതി ഓതാറുണ്ടോ? അറിയാമോ അങ്ങനെ സംഭവം? ആയത്തുൽ കുർസി ഓതി, ആമന റസൂൽ ഓതി, വലത്തേക്ക് ചെരിഞ്ഞു കിടന്ന് നേരത്തെ പറഞ്ഞ ആ ദിക്റ് ചൊല്ലി, ബിസ്മിക റബ്ബി വളഅതു ജംബി എന്ന ദിക്റ് ചൊല്ലി കിടക്കുന്നത് നിങ്ങളുടെ രക്ഷിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ രക്ഷിതാക്കൾ അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടാവും. അതാണ്. അങ്ങനെ വിശ്വാസം ആർജിച്ചെടുക്കണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? ഖുർആൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാ, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. തീർച്ചയായും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് നാശമാണെന്ന് പറഞ്ഞത്. വേറെ സ്ഥലത്ത് പറഞ്ഞു, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ദുനിയാവിലെ സീനത്തുകളാ, അതിൽപ്പെട്ട മക്കള്. നിങ്ങളെ വാപ്പാക്കും മകൾക്ക് ഭയങ്കര സന്തോഷമല്ലേ? അല്ലേ? നിങ്ങളെ കാണുമ്പോൾ ഇല്ലേ? നിങ്ങളുടെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നണല്ലോ. ഇന്ന് ഒഴിവാക്കി വിട്ടാണ് ഇങ്ങോട്ട്, അല്ലല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഒരു വിശ്വാസങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് പ്രധാനം. രക്ഷിതാക്കളുടെ ക്ലാസ്സിൽ വേറെ പറയാം, നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ്. നിങ്ങളെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടാവണം. എൻ്റെ മോനെ ഡൽഹിയിൽ പഠിപ്പിക്കാൻ വിട്ട ആളെ ഇന്നും മറ്റേ മക്കളെയൊക്കെ വിടുമ്പോൾ നമ്മൾ പേടിക്കണമെന്നാണ് ദൂര സ്ഥലങ്ങളിലേക്ക്. എനിക്കൊരു പേടിയുണ്ടായില്ല. കാരണം എൻ്റെ മോൻ്റെ ഉള്ളിൽ ഖുർആനുണ്ട്. എൻ്റെ മോനൊരു ഹാഫിളാണ്.
അപ്പോൾ എനിക്ക് നല്ല ധൈര്യമാണ്, അവൻ്റെ ഉള്ളൊരു ഖുർആനുണ്ട്. കാരണം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങളിൽ ഉത്തമൻ ആരാണ്? നിങ്ങളിൽ ഉത്തമൻ ആരാ? MBBS പാസ്സായ ആളാ? എൻജിനീയറിങ് കഴിഞ്ഞ ആളാ? പിന്നെ ആരാ? പോലീസ് ഉദ്യോഗസ്ഥന്മാരാ? നോ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഖുർആനൊക്കെ ഓതണം. അതിലെന്താണ് പറയുന്നതെന്ന് തഫ്സീർ നോക്കണം. ഖുർആൻ്റെ പരിഭാഷയുണ്ട്, അത് വായിക്കണം, ഖുർആൻ പഠിക്കണം. കാരണം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞേ? പ്രവാചകൻ്റെ സ്വഭാവം ഖുർആനാണെന്ന്. പ്രവാചകൻ്റെ സ്വഭാവം ഖുർആനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഖുർആൻ നമ്മൾ പഠിക്കണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ആ രീതിയിൽ ഖുർആൻ പഠിച്ച് നല്ല ആളുകളാവുമ്പോൾ നമ്മൾ നല്ല ആളുകളായി മാറും. എവിടെയും